എങ്ങനെ ഡോട്ടർ ആര്യനെ കാണുന്നത്? ഓ അതിപ്പോ ശരിക്കും പറഞ്ഞാൽ അവളോട് ചോദിക്കേണ്ടി വരും. എന്നാലും പക്ഷെ ഐ അറിവുണ്ടാവില്ല. തിങ്ക് ഒരു അമ്മ ഫിഗർ എന്നുള്ളതിനേക്കാളും മോർ ലൈക്ക് എ ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് എന്നെ കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ഹൈറ്റ് വൈസ് ഞങ്ങൾ രണ്ടുപേരും ഫിസിക്കലി ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര, അതായത് അവൾക്ക് എന്റെ പൊക്കമുണ്ട്, നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാണ്. അപ്പം ഇപ്പൊ സ്കൂളിൽ ഞാൻ വിളിക്കാനൊക്കെ പോകുമ്പോ എന്റെ തോള് കൈയിട്ടൊക്കെയാണ് നടക്കണത്. അല്ലാണ്ട് ഒരു കൈ പിടിച്ച് നടക്കുക അങ്ങനെയൊന്നുമില്ല. തോളി കൈയിട്ട് ലാവിഷായിട്ട് ഇന്നിങ്ങനെയൊക്കെയാണ് കേട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചില്ലാണ് ആള്. പിന്നെ ഇപ്പൊ ആളുടെ ഒരു ടീനേജ് ഒരു ഇതിലേക്ക് കടക്കുന്നതിൻ്റെതായ ചില പൊട്ടലും ചീറ്റലും എന്നല്ല, നമുക്കും അറിയാം നമ്മൾ ആ ഒരു ഫേസ് കഴിഞ്ഞാണല്ലോ വന്നത്. അപ്പൊ ഇപ്പൊ പുള്ളിക്കാരിക്ക് ഫ്രണ്ട്സ്, ആ ഒരു ഗ്യാങ്, സ്കൂളിലെ വേണ്ടപ്പെട്ട ആളാണ്, നോട്ടപ്പുള്ളിയാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അപ്പം അധിക സംസാരമൊന്നും നമ്മൾ വീട്ടുകാരായിട്ടൊന്നും ഇല്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പോയി വിശേഷമൊക്കെ ചോദിക്കണം. ഇന്ന് സ്കൂളിൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചോദിക്കുമ്പം എന്തെങ്കിലും വീണ് കിട്ടിയാലായി. അങ്ങനെയാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. കുറച്ചും കൂടെ കുഞ്ഞായിരുന്നപ്പോ എല്ലാം വന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാല് ഫ്രണ്ട്സിനോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. പക്ഷെ എന്നാലും ഇപ്പൊ എന്നെയൊക്കെ ഭയങ്കര പേടിയൊന്നുമില്ല. അതിപ്പോ നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല. അങ്ങനെ അയ്യോ അമ്മ എനിക്ക് പേടിയാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ആള് ഭയങ്കര കൂളാണ്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് സംസാരിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്. പൊതുവെ അങ്ങനെയാണ്, കുറച്ച് റിസർവ്ഡ് ക്യാരക്ടറാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ വിഷമമൊക്കെ ഉണ്ടായാൽ പോലും നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കി ചോദിച്ചില്ലെങ്കിൽ പറയില്ല, മിണ്ടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പക്ഷെ അവളുടെ ഫേസ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ അത് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ എടുത്ത് പിന്നെ സമാധാനിപ്പിച്ചൊക്കെ വരുന്ന ഒരു സമയം, അങ്ങനത്തെ ഒരു, അതാണിപ്പം ഇപ്പോഴത്തെ ഒരു ഏജിന്റെയും കൂടി ആയിരിക്കും അത്. പക്ഷെ ഷീസ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര, അത് ചെറിയ പ്രായം തൊട്ടേ അങ്ങനെയാണ്. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാ സിറ്റുവേഷൻസും മനസ്സിലാക്കി വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അവൾക്കറിയാം അമ്മ അച്ഛൻ, ഐ മീൻ അവർ ഡിവോഴ്സ്ഡ് ആണ്. പക്ഷെ അമ്മ ഉണ്ട്, അച്ഛനും ഉണ്ട് ലൈഫിൽ, രണ്ടുപേരും ഉണ്ട്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നിച്ച് ദേ വിൽ ബി ദെയർ ഫോർ മീ. ഇതൊക്കെ മനസ്സിലാക്കി വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്. ബട്ട് മാം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്, പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതെ. ഇത് കുട്ടീനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇതുവരെയും ഇപ്പൊ ഞങ്ങളുടെ ഒരു സെപ്പറേഷൻ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് പോകുന്നത്, ഇതൊന്നും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം തനിയെ മനസ്സിലാക്കി വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അവള് നോക്കുമ്പം എന്താണ്, ഇപ്പം അമ്മ ഉണ്ട്, അമ്മയുടെ സ്പേസിൽ വളരെ ഹാപ്പിയാണ്. എനിക്ക് അമ്മയുണ്ട്, എനിക്ക് വേണ്ടപ്പോഴൊക്കെ അമ്മ ഇസ് വിത്ത് മീ. അതുപോലെ അച്ഛയുടെ സ്പേസിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വേണ്ടപ്പോഴൊക്കെ അച്ഛൻ ഉണ്ട്, അതും ഓക്കെയാണ്. അവരെന്നും ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്, അവരെന്നും വീഡിയോ കോളിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്, ഹീസ് മാരിഡ്, അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ട്. അപ്പൊ ഇപ്പൊ അവനുമായിട്ടാണ് വീഡിയോ കോളില്, ബ്രദർ ആണല്ലോ, ബേബി ബ്രദർ ആണല്ലോ. അപ്പൊ അവനുമായിട്ട് എപ്പോഴും അവന്റെ ഫോട്ടോസ് അങ്ങോട്ട് ഷെയർ ചെയ്യുക, വീഡിയോസ് അയക്കുക, അവനുമായിട്ട് വീഡിയോ കോളിൽ, കുഞ്ഞ് ബേബിയാണ്, 1 വയസ്സ് പോലും ആയിട്ടില്ല, വീഡിയോ കോളിൽ സംസാരിക്കുക. സോ ദാറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ് ഫോർ അസ്. ഇത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത് നിങ്ങളുടെ തോട്ട് പ്രോസസ് ആയിരുന്നു ദാറ്റ് ഇപ്പം സാധാരണ ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്ന ആളുകളുടെ ഇടയിൽ ഈ പരസ്പര ബഹുമാനോ അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനം ഒന്നും അത്രത്തോളം ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. ഇപ്പം നമ്മൾ തന്നെ അങ്ങനത്തെ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം കുട്ടികൾക്ക് പലപ്പോഴും ഒരാളോട് ഭയങ്കരമായിട്ടൊരു അഫിനിറ്റി ഉണ്ടാവുക, മറ്റൊരാളെ മൊത്തത്തിൽ ഒരു വെറുപ്പിൽ പൊതിയുക, പിന്നെ ഒരു റിയലൈസേഷൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിന്റെ ഭാഗം. അങ്ങനെയാണ് സാധാരണ സെലിബ്രിറ്റീസിന് എല്ലാ ഡിവോഴ്സിലും അങ്ങനെയാണ്. പക്ഷെ ആരും ഓവർ ദി ഇയേഴ്സ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ആ ഒരു ബഹുമാനമുണ്ട് പരസ്പരം എന്നുള്ളത് കുട്ടിക്കും കൂടി അവെയർ ആണ് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെയാണ്, അങ്ങനെ രണ്ടുപേരും ഡിസിഷൻ ആയിരുന്നു. അങ്ങനെ ഓബ്വിയസ്ലി നിർബന്ധമായിട്ടും അങ്ങനെ കോൺഷ്യസ്ലി ഒരു ഡിസിഷൻ എടുത്തത് തന്നെയാണ്.
പിന്നെ ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിച്ചെടുത്ത തീരുമാനമല്ല. തുടക്കം മുതലേ ഇപ്പോൾ അദ്ദേഹമാണെങ്കിലും എന്നെ പറ്റി ഒരിക്കലും എന്നെയോ എൻ്റെ വീട്ടുകാരെ പറ്റിയോ ഒന്നും ഒരിക്കലും മോശമായിട്ട് കുഞ്ഞിനോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടുകാരും അതെ. തിരിച്ച് ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരിക്കലും അദ്ദേഹത്തിനെയോ അദ്ദേഹത്തിന്റെ വീട്ടുകാരെയോ മോശമാക്കി കുഞ്ഞിനോട് സംസാരിച്ചിട്ടില്ല. അവൾക്ക് അറിയാവുന്ന ഇത്രേ ഉള്ളൂ, അമ്മ അച്ഛ തമ്മില് ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂ, അവർ തമ്മിൽ ഒന്നിച്ച് ഒരു കൂരയ്ക്ക് ഉള്ളിൽ കഴിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അതൊക്കെ അവൾക്കറിയാം, അവൾ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അവൾ ചോദ്യവും ചെയ്തിട്ടില്ല. അവൾക്കറിയാം ഇപ്പം അവളുടെ പപ്പാസ് ഇൻ എ വെരി ഹാപ്പി സ്പേസ്. ബിക്കോസ് പപ്പയുടെ കല്യാണം കഴിഞ്ഞു, പപ്പയ്ക്ക് വൈഫുണ്ട്, ബേബി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ മോളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ വെരി ഭയങ്കര ഒരു ട്രാൻസ്പെറൻറ്റ് ബോണ്ടിങ് ആണ് എല്ലാവരും തമ്മിൽ. എല്ലാവരും ഹാപ്പിയാണ്. കുഞ്ഞ് ആരെയും വിഷമിച്ച് കാണുന്നില്ല. അവൾ ഇതുവരെ ഞങ്ങൾ ആരും സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും പരസ്പരം ഗിവ് ആൻഡ് ടേക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവൾക്ക് പിന്നെ അവിടെ ഒരു കൺഫ്യൂഷനോ ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടില്ല. ആയി എത്രമാത്രം ഹാപ്പിയാണ് ഇങ്ങനെ ഇത് ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന? ഓബ്വിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പി അല്ലേ. അതായത് ഇപ്പം ഓവർ ദ ടൈം ഓഫ് ഇയേഴ്സ് ഇറ്റ് ഇസ് പ്രൂവൻ ദാറ്റ് ഒന്നിക്കേണ്ടിയിരുന്ന ആൾക്കാർ ഞങ്ങളല്ല എന്നുള്ളത് ഇപ്പൊ പ്രൂവ് ആയില്ലേ. ബിക്കോസ് അദ്ദേഹം കല്യാണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസിലാണ്. അവർ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ശരിയാണ്, ഞങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ബോണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, ഖുഷി. അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കരുതുന്നുള്ളൂ ഞങ്ങളുടെ ലൈഫിൽ. വലിയൊരു ഗിഫ്റ്റ്, കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്ത എന്തോ പുണ്യത്തിന് തന്ന ഗിഫ്റ്റാണ് മോള്. അല്ലാത്ത പക്ഷം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ സ്പേസസിൽ വളരെ ഹാപ്പിയാണ്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ തന്നെ പോകും. ഞങ്ങൾ അവളുടെ എല്ലാ ഡിസിഷൻസും മ്യൂച്വലി തന്നെയാണ് എടുക്കുന്നത് ഇപ്പോഴും. അതുപോലെ എനിക്ക് എന്തെങ്കിലും അവളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിച്ച് പറയുന്ന ആളും അദ്ദേഹം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് സംസാരിച്ചോളൂ എന്ന് പറയുമ്പോൾ ഹി വിൽ ടോക്ക് ടു ഹെർ. ഐ തിങ്ക് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ഇറ്റ് ഷുഡ് വർക്ക്. യു ഷുഡ് ക്രിയേറ്റ് അങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ മക്കൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ നമ്മൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോകാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മുടെ പ്രശ്നമാണ്, എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പ്രശ്നമാണ്, ഞങ്ങളുടെ തെറ്റുകളാണ്, ഞങ്ങളുടെ മിസ്റ്റേക്സ് ആണത്. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിനെ നമ്മൾ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം അവർക്ക് വേണ്ട ഹാപ്പി സ്പേസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട വളരെ സമാധാനപരമായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ പാരൻസിൻ്റെയും ഉത്തരവാദിത്വമാണ്. അത് കോൺഷ്യസ്ലി ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കും അപ്പം ആര്യയുടെ ചൈൽഡ്ഹുഡും വളരെ നല്ലതായിരുന്നു കൊണ്ടാണോ you believe that your childhood should be colorful, beautiful? ഡെഫിനറ്റ്ലി. എനിക്ക് മുന്നിലുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ എൻ്റെ അച്ഛനും അമ്മയല്ലേ. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ച ഒരു കപ്പിളാണ് എൻ്റെ അച്ഛനും അമ്മയും. അവർ വഴക്കൊക്കെ ഇടാറുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് വഴക്കൊക്കെ ഇടാറുണ്ട്. പക്ഷെ അത് അവർ തന്നെ സോൾവ് ചെയ്യും. കൂടിപ്പോയ 1-2 ദിവസം മിണ്ടാണ്ടിരിക്കും, 3-ാമത്തെ ദിവസം രണ്ടുപേരും വീണ്ടും ചക്കരയടയാണ്. അവർ ബേസിക്കലി ടോം ആൻഡ് ജെറി ആയിരുന്നു, ആസ് ഫാർ ആസ് ഐ റിമെമ്പർ. രണ്ടുപേരും ടോം ആൻഡ് ജെറി ആണ്. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ പോലെ ടോമിനും ജെറിക്കും രണ്ടുപേരും ഇല്ലാതെ അവർക്കൊരു ലൈഫിൽ അവർക്കൊരു സ്റ്റോറി ഇല്ല അല്ലേ. ടോം ഇല്ലാണ്ട് നമുക്ക് ജെറിയെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, ജെറി ഇല്ലാണ്ട് ടോമിനെ ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. സോ അതൊക്കെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം യുനോ എനിക്ക് കുഞ്ഞിന് നമ്മൾ ഒരിക്കലും ഒരു മക്കളും അച്ഛനമ്മ കാരണം ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടിൽ ഏർപ്പെടരുതെന്ന് എൻ്റെ ആഗ്രഹമാണത്. എനിക്ക് പിന്നെ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കത് വാശിയായിരുന്നു. അങ്ങനെ ഒരിക്കലും കുഞ്ഞൊരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരരുത് എന്നുള്ളത്. വന്നിട്ടില്ല, വരുത്തിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും വെഞ്ചറിങ് ഇൻ ടു ബിസിനസ്, അത് വേറെ തന്നെ ഒരു പരിപാടിയല്ലേ. പൈസ വരുന്നു, ടാലി ആക്കണം എക്സ്പെൻഡിച്ചർ, അത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കണം, കംപ്ലൈൻറ്റ്സ് വരാൻ പാടില്ല, അങ്ങനെ കുറേ ഏരിയ ഉണ്ട്. അത് ആർട്ടിസ്റ്റിക് സ്പേസ് എന്നല്ലാതെ നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു ഏരിയ ആണ് അവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആര്യയുടെ പേഴ്സണൽ സ്പേസും അത്ര ഓക്കെ ഒന്നുമല്ല. ഐ മീൻ കുറേ പ്രശ്നങ്ങൾ, പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ്, ഇത് എങ്ങനെ ബാലൻസ് ചെയ്തിരുന്നു? ബാലൻസ് ചെയ്തെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൈബർ ബുള്ളിങ് ഒക്കെ ഈ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മൾ അത് റിയലൈസ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട്. കാരണം നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ.
ഇപ്പോൾ ബുള്ളി ചെയ്യുന്ന ആൾക്കാരോട് 100 പേര് നമ്മളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. ഈ 100 പേരോടും നമുക്കിരുന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സൈഡ് ഓഫ് ദ സ്റ്റോറി. ആൻഡ് ഈ 100 പേരും നമ്മളിങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ഡോണ്ട് വാണ്ട് ടു ഹിയർ അവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അവരെന്ത് കേട്ടോ അതിൽ അവർ ഓക്കെ ആണ്. അതുകൊണ്ടാണ് നമ്മളെ അവർ ജഡ്ജ് ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ സൈഡ് എന്താണ് കേൾക്കണം എന്ന് ആഗ്രഹമില്ല. അങ്ങനെയുള്ളവരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എടി പോടി മറ്റേ ഡാഷ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പോസ്റ്റ് എന്താണ് ഒരാൾ വന്ന് കമൻറ്റ് ചെയ്ത ആണോ ശരി, ഓക്കെ, സന്തോഷം, ഇത്രേ ഉള്ളൂ. നിങ്ങളത് വായിക്കുന്നു, അത് വായിച്ചിട്ട് യു ഗോ ബാക്ക് ഇൻ ടു ദ ഐഡിയേഷൻ. അതായത് ഇന്ന ഡിസൈൻ വന്നിട്ടുണ്ട്, ഇന്ന കളർ ഇത് നമ്മളെ വിഷമിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞത് കള്ളത്തരമായി. വിഷമിപ്പിക്കാറുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഈ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഒക്കെ കാണുമ്പോഴല്ലേ, ഈ ഗെറ്റ് റെഡി വിത്ത് മീയിൽ എന്തുള്ളത്, രാവിലെ എണീറ്റ് മറ്റേ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി ഒരു പരിപാടിക്ക് ഇതിന്റെ താഴെ വന്നിട്ട് ഒരാള് ഇന്നലെ ഇട്ട ഗെറ്റ് റെഡി വിത്ത് മീയുടെ താഴെ ഒരാള് ഒരു കാര്യമില്ലാണ്ട് ഫേക്ക് അക്കൗണ്ടാ, ശവം കമന്റാ. ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഈശ്വര ഇത് എന്തിനാണ് ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു കമന്റ്, എന്തിനാണ്? അപ്പൊ എന്തോ അവർക്ക് എന്തോ ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോ ചിരിക്കുക ചെയ്യണത്. ഇത് തന്നെ ഒരു 4-5 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇരുന്ന് കരയുണ്ടാവും. എന്തിനാ അയാൾ എന്നെ ശവം എന്ന് വിളിച്ചെന്ന് വെച്ചിട്ട് ആ ഒരു ഫേസ് എനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇരുന്നിട്ട് ചിരിക്കുക, ശവം വാ കൊള്ളാലോ, നന്നായിട്ടുണ്ട്, എന്ത് കാര്യത്തിനാണോ ഇയാൾ എന്നെ ശവം എന്ന് വിളിച്ചത്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാനേ എനിക്ക് തോന്നുള്ളൂ. സോ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു യുനോ ആസ് ഐ സെഡ്, ഇത് നമ്മൾ യൂസ്ഡായി. പിന്നെ കാലം പോകും തോറും നമുക്ക് മെച്യൂരിറ്റി വരുമല്ലോ. അതാ ഞാൻ പറഞ്ഞു, നമുക്ക് മനസ്സിലായി ഇതിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കമന്റ് വായിക്കുന്ന കുഴപ്പമില്ല. അടുത്തത് അതാ എൻ്റെ കോമഡി. ഇപ്പൊ എൻ്റെ ബിസിനസ് ഞാൻ 80% ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന എൻ്റെ ഫോണിലാണ്, ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പം എൻ്റെ ഫോണിൽ 2 ഇൻസ്റ്റ സൈൻഡ് ഇൻ ആണ്. എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റയുണ്ട്, എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റയിലും ഞാൻ തന്നെയാണ് കയറി കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഈ കമന്റ് വായിച്ചിട്ടായിരിക്കും ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് അപ്പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു, മറ്റേ പ്രൊഫൈലിൽ പോകുന്നു, കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കുന്നു. എന്നെ ബാധിക്കുന്നില്ല സത്യം. ഞാൻ അതാ പറഞ്ഞത്, ഒരു മരവിപ്പാണ് ഇപ്പൊ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോഴേ. ഇറ്റ്സ് ഓക്കെ. ഐ മീൻ അവർ അത് എന്നെ അങ്ങനെ 2 പറയുന്നുണ്ട്, അവർക്ക് ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉറങ്ങിക്കോട്ടെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ അപ്പോൾ തന്നെ അപ്പുറത്ത് പോയി ഒരു 2 സാരി വെക്കുമ്പോ എനിക്ക് മനസ്സമാധാനം. ഇങ്ങനെയാണ് ഞാനിപ്പോ ഹാൻഡിൽ ചെയ്ത്. ദിസ് ഇസ് ഹൗ ഐ ബാലൻസ്. ഇവിടെ ഒരു നെഗറ്റീവ് കമന്റ് അപ്പൊ തന്നെ അപ്പുറത്ത് കയറിയിട്ട് ഒരു 2 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനോ ഓക്കെ തൃപ്തി. ഇപ്പം ആരുടെ വർക്ക് ചെയ്യുന്ന കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പരിചയമുള്ള യങ് ആയിട്ടുള്ള ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് വെൻ ദ സ്പീക്ക് അബൌട്ട് ലവ്, മാരേജ്, അതൊക്കെ ആരുടെ അടുത്തൊരു ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ അവരെയൊക്കെ ഒരു 10 വയസ്സ് താഴെയുള്ള ഒരാൾ വന്നിട്ട് അങ്ങനെ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ടെന്ന് വെച്ചപ്പോ, ഞാൻ മാരി ചെയ്യാൻ പോവാണ്, ഞാൻ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ വിചാരിക്കുക. അപ്പം ഇപ്പൊ നമുക്ക് ആദ്യം മാരേജ് എടുക്കാം. സോ ഇപ്പം ഞാൻ മാരി ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും അവരോട് പറയുക? ടൈം എടുക്കണം എന്നാണോ പറയുക, അതോ ഇത് മാരേജ് ഇല്ലാണ്ട് നമുക്കിത് പോസിബിൾ ആണെന്നാണോ പറയുക? എന്താ കാര്യം പറയുക? ഇഫ് യു ആർ വെരി 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 ഷുവർ അബൌട്ട് ദിസ് പേഴ്സൺ, ഗോ അഹെഡ്. ഒന്നും നോക്കാനില്ല, ഗോ അഹെഡ്. പിന്നെ മാരേജ് ഒരിക്കലും 50-50 അല്ല. ഇറ്റ് ഈസ് നെവർ 50-50. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. മാരേജ് ഇസ് നെവർ 50-50. ഇറ്റ് ക്യാൻ ബി 80-20, can be 70-30, can be 60-40, it can be 90-10. ചിലപ്പം 90 ഞാനായിരിക്കും, 10 അദ്ദേഹമായിരിക്കും. വേറൊരു പോയിന്റിൽ ചിലപ്പം 10 ഞാനായിരിക്കും, 90 അദ്ദേഹമായിരിക്കും. ബേസിക്കലി മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പാനിയൻഷിപ്പാണ്. മനസ്സിലായോ? നമ്മൾ എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, ആ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 90 എന്ന് പറയുന്നത് അദ്ദേഹമാണെങ്കിൽ ആ ബാക്കി 10 ഇടാൻ ഞാൻ കേപ്പബിൾ ആയിരിക്കണം. അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇമോഷണലി ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ. ആ 90 എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആളുടെ ഒരു ബാഡ് ഡേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 10% നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹം, സന്തോഷം ഷുഡ് ക്ലിയർ, അത് ബാലൻസ് ആവും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ബാലൻസ്, ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കമ്പാനിയനെ ആണോ നിങ്ങൾ ലൈഫിലേക്ക് കൂട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്ലീസ് ഗോ അഹെഡ്. ഒന്നും നോക്കാനില്ല.
പിന്നെ എപ്പോഴും ഹാപ്പിനെസ് ആണ് കല്യാണം എന്ന് പറയുന്നത്, എല്ലാം ഭയങ്കര മറ്റേ ഫെയറി ടെയിലാണ് എന്നും വിചാരിക്കരുത്. ഇറ്റ്സ് എ റോളർ കോസ്റ്റർ. ആ റോളർ കോസ്റ്ററിൽ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ട് ടൈറ്റായിട്ട് അങ്ങിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി, ഇത് കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ഫെയറി ടെയിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് ലൈക്ക് ഹൗ വി എക്സ്പെക്ട് ഇറ്റ്. എപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല, അല്ലേ? ഇപ്പം നാളെ എന്ന് പറയുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്നത്. എന്തുറപ്പുള്ളത് നാളെ നമ്മൾ ഉറക്കം എണീക്കോ ഇല്ലയോ എന്ന്? ഈ ഉറക്കത്തിൽ നമ്മളങ്ങ് പോയാൽ എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെയല്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടാണോ നമ്മൾ ആരെങ്കിലും ഉറങ്ങുന്നത്? അല്ല. നാളെ എണീറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് പോലും. സോ അതാ ഞാൻ പറയുന്നത്. അപ്പോൾ ഹോപ്പോട് കൂടിയാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ നാളെ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കുമോ നമ്മുടെ ദിവസം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കടന്നു വരാം, വിചാരിക്കാത്ത സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോവാം. അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അയ്യോ ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചിരുന്നത്, ഇത് എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ച ഭയങ്കര മോശമായി പോയി, ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡിപ്രഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. മറിയാം കാര്യങ്ങൾ. ആ മറിയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മളെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുള്ള എനർജി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അത്രയും ചെയ്യാമെങ്കിൽ സെറ്റാണ്. ഓക്കെ.